ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇത് ഉമ്മമ്മാനെ ഉപ്പപ്പാനെ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആക്കാൻ പോവാം. നമുക്കില്ലേ അതിന് കേക്ക് ഉണ്ട്, ഹാമ്പർ ഉണ്ട്, അവരുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്, പിന്നെ ഒരു ബൊക്കയും ഉണ്ട്. അത് നമ്മളെ ആരോടും പറയാൻ പാടില്ല, എൻ്റെ ഉമ്മമാനോടും ഉപ്പപ്പാനോടും. എന്നാൽ സർപ്രൈസ് പൊളിയില്ലേ. എന്നിട്ട് അവിടെ പോയില്ലേ ഇങ്ങനെ ആക്ട് ചെയ്യും, ഒന്നും പറയാണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യും, ഇങ്ങനെ ഷാർപ്പിനെ പോലെ. അപ്പോൾ അവർക്കറിയോ അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്നാ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിയ. ഇന്ന് ഞാൻ എന്താ അറിയാം. അപ്പൊ നദീൻ കുറേ ദിവസമായി സ്കൂളിൽ പൂട്ടിയിൽ തൊട്ടിട്ട് പറയുന്നതാണ് വ്ളോഗ് എടുക്കണമെന്ന്. അപ്പം നമ്മൾ രണ്ടുപേരും കുഞ്ഞൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, വലിയ വ്ളോഗ്. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. കൊണ്ട് എന്തൊരു ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഇല്ല മേടിക്കാൻ. അപ്പം ഈ പോണേ ഹാമ്പർ ഇവിടെ ഉള്ളത് നമുക്ക് മേടിച്ച് വരുന്നാല, അല്ലാതെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഇന്ന് തന്നെ സെറ്റായി ഉറപ്പാണ്. ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതും പിന്നെ ഒരു ബൊക്കയും, ഈ ബൊക്കെ അത് കഴിഞ്ഞിട്ട് കേക്കും ഉണ്ട്. പിന്നെ ഇല്ലേ ഫ്രൂട്ട് എന്താ കൊടുക്കാൻ പോണ വെച്ചാലേ കിവി അവിടുന്ന് തിന്നണോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്കില്ലേ അവിടുന്ന് ഇല്ല അവർക്കൊരു ഗിഫ്റ്റ് ചോദിക്കണ്ട വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ കിട്ടാൻ വേണ്ടി മേടിച്ചതാണ്. അതെ, അത് ഞാനായതിനാ മേടിച്ച്. ഉമ്മ ചിലപ്പോൾ വയറുവേനക്കാവും, പക്ഷെ അവർക്കില്ല വയറുവേനക്കുമാണ് മേടിച്ചത്, ആ ടെൻഷൻ കിട്ടാനുമാണ് മേടിച്ചത്. ഫാഷൻ ഷോ അല്ല, കണ്ണുമ്പ് പാപ്പാപ്പ കണ്ണ് തുറക്കാൻ പറഞ്ഞ കണ്ണ് തുറന്നാ മതിയേ. ഇങ്ങനെ രണ്ടാളുടെ കൈ നീത്തുവോ? പാപ്പാപ്പാടെ രണ്ട് കൈ നീട്ട്. ഹാപ്പി ആനിവേഴ്സറി. ഇത് തുറന്നു നോക്ക്. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അത് പറഞ്ഞില്ല. ഫുഡ് പിന്നെ കൊണ്ടുവരാം. നമുക്ക് പുറത്തു പോവല്ലേ? പുറത്ത് പോയി കേൾക്കാം. പുറത്ത് പോയി ഇതെന്ത് ഫോട്ടോ? എന്റെ ബർത്ത്ഡേ. അതെ, കുട്ടി ബർത്ത്ഡേ. എന്റെ 6th ബർത്ത്ഡേ. ഇഷ്ടായ? എല്ലാം പങ്കെടുക്കാനായില്ലേ? ഇത് എല്ലാരും മക്കളെല്ലാരും വക അപ്പൊ എല്ലാതും കാണിച്ചു കൊടുക്ക്. ഇതാണ്, ഇത് കേക്കാണ്, ഇത് ഹാമ്പറാണ്. എല്ലാരും കുടിച്ച സാരിപ്പാക്ക് പാകം
ലൈറ്റ് ഒക്കെ കത്തണ്. ഇതിപ്പോ ഞാൻ പോയപ്പോ വന്നിട്ട് പൊളിച്ച് കാണിച്ചെന്ന്. എന്താ എഴുതിക്കണേ? വായിച്ചോക്കി ഇതിന്റെ എഴുതിണ്ടല്ലോ. വായിച്ചോക്കി. കൈ പിടിക്ക സുഖം പിടിക്കും. ഹാപ്പി ആനിവേഴ്സറി. ഞാൻ അടുത്തത് ഇത് നെതിമോൾക്ക് മകുപ്പാക്ക് സന്തോഷായിട്ടാ. വിചാരിച്ച അടുത്ത 50 വർഷം ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചത്. ഇതിപ്പോ തന്നെ കിട്ടി, അൽഹംദുലില്ലാ. എനിക്ക് പറയാന് ഇപ്പൊ കേക്കില്ല, 50 വർഷമാണ് മുൻപേ സൂപ്പറായിട്ട് ഒരു ഫാമിലി ഫോട്ടോ നമ്മളെ മറ്റേ എല്ലാവരും കൂടി ഉള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് യാത്ര പോകാൻ. അതായത് നമ്മളെ ഇച്ചുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഫോട്ടോ കല്യാണം കഴിഞ്ഞ ഉടനെ ആവില്ലേ? എല്ലാവരും ഫാമിലി ഫോട്ടോ നമുക്ക് എടുക്കണം. എല്ലാവരും ഉണ്ടാവും. 10 മക്കളും കുട്ടികളും കൂടി ഒരു ഫോട്ടോ. 10 മക്കളും പേരക്കുട്ടികളും കൂടിയിട്ട് ഇൻഷാല്ലാ ദിവസം എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. ഡിസംബറിൽ ഇച്ചുവിന്റെ കല്യാണത്തിന് നമുക്ക് ഇനി അടുത്ത പരിപാടി നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ പോകും. ഇന്ന് നമ്മൾക്ക് ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞാൽ മതി. സുറമ തിരിച്ച് പറഞ്ഞ ഹാപ്പി ആനിവേഴ്സറി ഇല്ലേ പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം. എന്നിട്ടില്ലേ ഇങ്ങനെ പാപ്പാപ്പല്ലേ ഇല്ലേ സൂറമാക്കില്ലേ അതും ഇതുമൊക്കെ ഇങ്ങനെ കൊടുക്കണേ ഞാൻ കാണിച്ചാൽ. എന്നിട്ട് എന്താ പറയുക കൊടുക്കണ്ട സൂറമാക്ക് ഈ ഒരു ഫ്ലവർ കൊടുക്കണം. സൂറമ ഇത് തലയിൽ വെച്ച് കൊടുക്കണം. സൂറം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണേ. രസല്ലേ? സൂപ്പറായിട്ട്. ഇനി രണ്ടാളും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്ക്. അൽഹംദുലില്ലാ. ഹലോ നമ്മള് ആനിവേഴ്സറി ആയിട്ട് ഡിന്നർ കഴിക്കാന് പ്ലാനറ്റ് കഫേയിൽ വന്നിട്ടല്ലേ. സോ നദൻ ഈസ് ഗോയിങ് ടു ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ഹെർ ഗ്രാൻഡ് പാരൻസ്. കണ്ടാലോ? ഓക്കെ. നിങ്ങൾ ഫൈറ്റ് ചെയ്യാണ്ട് അതായത് തല്ല് കൂടുക. തല്ല് കൂടുക. സൂറും പാപ്പാപ്പങ്ങൾ തല്ല് കൂടാറുണ്ടോ? നിങ്ങൾ നല്ല കപ്പിൾസാ? നിങ്ങൾ നല്ല കപ്പിൾസാ? അപ്പൊ എത്ര ഇയേഴ്സ് ആയി ആനിവേഴ്സറി കഴിഞ്ഞിട്ട്? 49 years ആയി. 49 ഇയേഴ്സ്. 49 ഇയേഴ്സ് ആയില്ല. അപ്പോ 49 ഇയേഴ്സ് ആയിട്ടല്ലേ? 49 ഇയേഴ്സിത്തെ സെലിബ്രേഷനിലാണോ ഇങ്ങനത്തെ വന്നത്? മോളായി ഞാനല്ലേ. പാപ്പാപ്പ ഫോണും നോക്കിയിരിക്കല്ലേ? മാരേജ് സ്റ്റോറി പറഞ്ഞില്ലേ? കല്യാണം കഴിച്ച സ്റ്റോറി. എവിടുത്തെ സ്റ്റോറി ഇല്ല. 49 വർഷമായി അതന്നെ. ശരി, ഇനി സൂറമ്മ പറയും മാരേജ് സ്റ്റോറി. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ടൂറ് പോയി. എവിടേക്ക് പോയതെന്നറിയോ? എവിടക്കാ? മലമ്പുഴ. മലമ്പുഴ പോയി വന്നിട്ട് എന്താ ചെയ്തത്? ഗൾഫിൽ പോയിട്ട് ആദ്യത്തെ കുട്ടി ഷെജിമാല പേരിട്ട്. അപ്പൊ പാപ്പാപ്പല്ലേ ഗൾഫിൽ പോയിണ്ടായിരുന്നു. വന്നിട്ടില്ല ഇട്ട്. പിന്നെ അടുത്ത ആരാ? അപ്പല്ലേ അവരുടെ കുറുമ്പൊക്കെ പറഞ്ഞു തരും. ആരാ ഏറ്റവും കുറുമ്പി കുട്ടി? ഷെമിമാമ പാവായിരുന്നു. ഷെജിമാമ എന്നെ കുറുമ്പ്. പിന്നെ നുസി നല്ല കുറുമ്പായിരുന്നു. ഉമ്മ കുറുമ്പല്ലേ? ഉമ്മല്ല വേണം നല്ല കുട്ടി. സ്കൂളില്ല രാവിലെ എണീച്ച് പോവും. കുട്ടിയാണ്.
പിന്നെ പറഞ്ഞില്ലേ ഞാൻ നല്ല കുട്ടിയാണ്. സൂറുമാനെ പാത്രം കഴുകാൻ സഹായിക്കും. പിന്നെ ഇല്ലേ എല്ലാവരും ഞാനാ ചെയ്യുക. സൂറുമ ഒന്നും ചെയ്യില്ല പണി അല്ലേ. നിജി സഹായിച്ചു കുറച്ചൊക്കെ. ആ പക്ഷെ ഏറ്റവും സഹായിക്കണ ആരാ? ഏറ്റവും സഹായിക്കുന്നത് അല്ലല്ല വെറുതെ ആലോചിച്ചോക്കട്ടെ. നിജ കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിജി അവിടെ പോയി. നിജി അൻസാർ സ്കൂളിൽ ഹോസ്റ്റലിൽ പോയപ്പോൾ പിന്നെ അമ്മക്ക് നുസിണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ. നുസില്ലാത്തപ്പോ ഒരു സൗണ്ട് ചേച്ചി ഉണ്ടായിരുന്നു. നുസി കുറുമ്പിയാണ. നുസി കുഞ്ഞു കുറുമ്പിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാലേ ആരും ചോറിക്ക് കൂട്ടാത്തൊരു കൂട്ടാന്. ആരും ചോറിക്ക് കൂട്ടാത്തൊരു ഇല്ലേ കറി. ചോറിൽക്ക് കൂട്ടാത്ത കറിയാ? അറിയില്ല. ചോറിൽ കൂട്ടാത്ത കറിയാ? ആ കൂട്ടാത്ത കറി എന്താ അറിയോ? ബേക്കറി. ബേക്കറിയാ? ആ കുശലി ചോദ്യങ്ങളാ. ഇതാര് പഠിപ്പിച്ചു കുട്ടിക്ക്? എങ്ങനെ സ്വന്തം അതാ അതില്ലേ നമ്മള് ഇല്ലേ എറണാകുളത്തേക്ക് പോയില്ലേ, അപ്പൊ ഇല്ലേ ഉമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇല്ലേ ഞാൻ ഹൈസാനോട് ഇല്ലേ കുശലി ചോദ്യങ്ങൾ ചോദിച്ചു വിൻഡോ സീറ്റ് കിട്ടാം. പക്ഷേ ഇതിനെ കൊണ്ട് പറ്റില്ല, വിൻഡോ സീറ്റ് ഒന്നും കൊടുത്തില്ല. പിന്നില്ലേ സൂറമ്മ ഇന്നില്ലേ അടുത്ത കുസൃതി ചോദ്യം ഇല്ലേ ആരാണ് ഇല്ലേ സ്വന്തം ചെയറ് കൊണ്ടടക്കുന്ന മാൻ? സ്വന്തം ചെയറ് കൊണ്ടടക്കുന്ന മാൻ? ചെയർമാൻ. ആർക്കാ സ്വന്തം 5 മക്കളിലെ ഏറ്റവും ചെറിയ കുട്ടി? 5 മക്കളിൽ ഏറ്റവും ഫേവറേറ്റ് ആരാ? ഏറ്റവും ഫേവറേറ്റ് സൂറമ്മ. കാരണല്ലേ ഏറ്റവും ചെറിയ കുട്ടിയല്ലേ. പക്ഷെ ചെറിയ കുട്ടികളല്ലേ എത്ര സ്നേഹം ഉണ്ടാവേണ്ടത്. നോക്കുമ്പോ ഇല്ലേ എന്റെ പപ്പാനെ പപ്പാക്ക് ഇഷ്ടായിട്ട് റെയ്മോൻ എന്തേലും പറഞ്ഞ ബീഫ് സ്റ്റീക്ക് ഓർഡർ ചെയ്ത് അത് ഞാൻ കത്തിയും പിന്നെ കത്തിയെത്തി ഇങ്ങനെ മുറുക്കി ഫോർക്കെത്തി ഇങ്ങനെ അതില്ലേ നമ്മളില്ലേ മീറ്റ് തിന്നുണ്ട് പ്രത്യേകത ഒരു ഇല്ലേ മാനേഴ്സാണ്. അത് എന്താ അറിയോ അങ്ങനത്തെ ഒരു മാനേഴ്സ് എവിടുന്നാ വന്നത് അതിനാ പറഞ്ഞുതരാം. ആ മാനേഴ്സ് വന്നത് ആദ്യമില്ല. ആ മാനേഴ്സ് തുടങ്ങിയ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നേ കുറെ ആൾക്കാരെ എങ്ങനെ അറിയുന്ന അമേരിക്കയിൽ കുറെ ആൾക്കാർ ഇല്ലേ എങ്ങനെ തിന്നാ ചോദിച്ചാല് അവരില്ലേ ഫസ്റ്റ് തുടങ്ങിയ അമേരിക്കയിലല്ലേ ഇല്ലേ ഒരു സെക്കൻഡ് ആദ്യം തിന്ന മാന് കണ്ടിട്ട് എല്ലാവരും തിന്നണ ആദ്യം ഒരു മാനില്ല ആ സാധനം ഓർഡർ ചെയ്തിട്ട് ഒരു കത്തിയും ഫോർക്കും ഇല്ല എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇതാക്കി ആ ഫോർക്ക് എത്തി ഇങ്ങനെ കൈകൊണ്ട് തിന്നൂടെ? കൈകൊണ്ട് തിന്ന ഹിന്ദിയത്തെ മാനേഴ്സ്. പക്ഷേ പക്ഷേ ഇല്ലേ അമേരിക്കത്തെ പോലെ അതും ഇന്ത്യ ആക്കാം. എങ്ങനെ അമേരിക്കയിൽ തിന്ന പോലെ തന്നെ ഇന്ത്യയിലും തിന്ന കുഴപ്പമില്ല. അങ്ങനെ തിന്നാല് അങ്ങനെ നമുക്കില്ല എങ്ങനെ വേണ്ടേ തിന്നത് നമ്മളുടെ ചോയ്സ്. ഇനി സൂറം എന്തേലും പറയും. സൂർമാക്ക് എങ്ങനെ കുട്ടി മരുന്നുണ്ടാക്കി തന്ന് ഇങ്ങോട്ട് വരാൻ? അതോ അത് ഈസിയാണ്. എല്ലാ കുട്ടികൾക്കും പറ്റും. ഇത് ചായ ഉണ്ടാക്കാൻ പറ്റും, കോഫി ഉണ്ടാക്കാൻ പറ്റും. പിന്നില്ലേ സൂർമ വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പൊ കുട്ടി മരുന്നുണ്ടാക്കി വന്നപ്പോഴാണ് മാറിയത്. എന്ത് മരുന്നായിരുന്നത്? അതാ പന്നിക്കൂർക്കല്ലേ, അത് നല്ല ഹെൽത്തിയാണ്. പനിക്കൂർക്ക. ആ പന്നിക്കൂർക്കയുടെ വെള്ളം ഫുള്ളും കുടിക്കണം. ആ പന്നിക്കൂർക്കയുടെ വെള്ളം നല്ല ടേസ്റ്റാണ്. സത്യമായിട്ടില്ല അത് ടേസ്റ്റ് ഉണ്ടാവൂലേ? അതില്ലേ നമുക്കില്ലേ ഇല്ല ഫുള്ള് കുടിക്കാനാ ടേസ്റ്റ് തന്നിക്കണത്. ഫുള്ളും കുടിച്ച ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് ഇനി നാളെ നാളെ പുലർച്ചൊരു വീഡിയോ എടുക്കണ്ടേ ഇങ്ങനെ കാണിച്ചത്. ഒരു മിനിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊരു
നന്നായില്ലേ? വളരെ ഉഷാറായി വളരെ ഉഷാറായിട്ടാ സൂപ്പറായി. അപ്പൊ നമ്മൾ ഇന്നത്തെ ആനിവേഴ്സറി എല്ലാതും ഉഷാറായി, ഒരു രക്ഷയില്ല. ഇതല്ലേ അൺഎക്സ്പെക്ടഡ്. പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ച് അത് നുസിന്റെ വണ്ടിയിൽ ഓള് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുപോയി. അത് ഭയങ്കര ഉഷാറായിട്ടാ. ഞാന് സ്വപ്നത്തിൽ കൂടി ചെയ്തില്ല അങ്ങനൊക്കെ സംഭവിക്കുന്നു. കണ്ടാ ഞാൻ ഡ്രൈവ് ചെയ്ത് രാത്രി നമ്മള് എടപ്പാള് പോയിട്ട് അവിടെ ഏതോ ഒരു പ്ലാസ്റ്റിക്കാ എന്താ ഒരു സംഭവം പ്ലാനറ്റ് കഫേയില് പോയി കൊറേ ഫുഡൊക്കെ കഴിച്ച്. അത് വൈകുന്നേരം ഞാൻ പാർട്ടിൽ പടിയൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ് കേക്ക് ഇതൊക്കെ ആയിട്ട് വന്നത്. ഞാനാണെങ്കിൽ മേക്കപ്പ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇതറിയാണെങ്കിൽ കുറച്ചൊക്കെ ഉഷാറാക്കി നല്ല ഡ്രസ്സ് ഒരുങ്ങിയൊക്കെയായിരുന്നു. ഞാനും ഉമ്മ അതെ. യെസ്, ഞങ്ങളുടെ അവിടെ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നദിക്ക്. നദിയല്ലേ പാപ്പാപ്പാനെ വിളിച്ച് കൊണ്ടുപോയത്. പാപ്പാപ്പ വരാണ്ട് ക്ഷീണായിട്ടിരിക്കുന്നേന്. സഫനോട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ